ഗൗരി പരിണയം. രചന ശ്രീലക്ഷ്മി പൊന്നു. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. കാർത്തുമായി കണ്ണുകളടക്കിയപ്പോൾ അവന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ഒരേങ്ങൽ മനസ്സിൽ ഉയർന്നെങ്കിലും അതവൻ പുഞ്ചിരിയാക്കി മാറ്റി മുകളിലേക്ക് കയറിപ്പോയി. അവന്റെ വിങ്ങുന്ന ഹൃദയത്തെ തിരിച്ചറിഞ്ഞ് അമ്മയും കാർത്തുവും ഗൗരി അവൻ പോകുന്നത് നോക്കി നിന്നു. കാർത്തുവിന്റെ പെണ്ണ് കാണലിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയിരുന്നു. കളിച്ചിരിച്ചടക്കുന്ന കാർത്തുവിനെ കാണുമ്പോൾ അവൻ ആശ്വസിച്ചു. പ്രണയം എനിക്ക് മാത്രമായിരുന്നല്ലോ. വിശു, ഞാൻ പറയട്ടെ കണ്ണേട്ടനോട്. വിഷ്ണു ഒരു ആലോചനയുടെ സ്വിമ്മിംഗ് പൂളിലെ ചെയറിലേക്ക് അമർന്നിരുന്നു. വേണ്ടടി, കണ്ണേട്ടൻ നിന്നോട് ദേഷ്യം തോന്നും. നീ ഇങ്ങനെ തകർന്നിരിക്കുന്ന കാണാൻ വയ്യടാ. ഏയ് സാരല്ലടി, എല്ലാവർക്കും പ്രണയം സഫലാവില്ലല്ലോ. പിന്നെ അവളെന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. നീ കണ്ടില്ലേ അവളുടെ സന്തോഷം? സംസാരിക്കുമ്പോഴും അവൻ്റെ വേദന ഗൗരി തിരിച്ചറിഞ്ഞിരുന്നു. ചെക്കനും വീട്ടുകാരൊക്കെ കാർത്തുവിനോട് സംസാരിച്ച് ചിലപ്പോൾ ഞായറാഴ്ച ഡേറ്റ് ഫിക്സ് ചെയ്യും. വിഷ്ണു ഞെട്ടലോടെ ഗൗരിയെ നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കണ്ട് ഗൗരിയും കരഞ്ഞുപോയി. ആർട്സ് ഡേയുടെ അന്ന് രാവിലെ ഗൗരിക്ക് വല്ലാത്ത പരവേശമായിരുന്നു. നൃത്തം ചെയ്യുന്ന പ്രശ്നമല്ലെങ്കിലും പഴയ ഓർമ്മകൾ അവളെ വേട്ടയാടി. കാലിൽ ചിലങ്ക അണിയുമ്പോഴും ടീച്ചറുടെ അലറിക്കരച്ചിൽ അവളുടെ കാതുകളിൽ കേട്ടിരുന്നു. നീ ഓക്കെ അല്ലേ ദേവി? മുഖം വല്ലാണ്ടിരിക്കുന്നത്? വീരഭദ്രൻ അവളുടെ മുഖത്ത് വിയർപ്പെല്ലാം കർച്ചീഫ് കൊണ്ട് തുടച്ചു കൊടുത്തു. അവന്റെ മനസ്സ് തുടികൊട്ടി. ആദ്യമായി താൻ കണ്ട വേഷത്തിൽ എൻ്റെ ദേവി. വിച്ചു അവളുടെ അരികിൽ തന്നെ നിന്നു. സ്റ്റേജിൽ നിന്ന് അവളുടെ പേര് അനൗൺസ് ചെയ്തതും ഗൗരിയുടെ കൈയും കാലും വിറക്കാൻ തുടങ്ങി. സ്റ്റേജിന്റെ പുറകിലായിരുന്നു അവർ നിന്ന്. വീരഭദ്രൻ തന്നെ അവളെ സ്റ്റേജിലേക്ക് കയറ്റിവിട്ടു. പ്രിൻസിപ്പൽ സ്റ്റേജിന്റെ സൈഡിൽ നിന്ന് അവളെ കൈ ഉയർത്തി അനുഗ്രഹിച്ചു. സ്റ്റേജിലേക്ക് കയറിയതും ഗൗരിയുടെ ചെവികൾ കൊട്ടിയടഞ്ഞു. വീട്ടിലെ ജോലിക്കാരും ഡാൻസ് ടീച്ചറുമെല്ലാം അവളുടെ മുന്നിൽ നിന്ന് നിലവിളിക്കുന്ന പോലെ. മഹാദേവ, എന്തൊരു പരീക്ഷണമാണ്. എൻ്റെ കണ്ണേട്ടൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയില്ല എനിക്ക്. തല പൊട്ടി പൊളിയുന്നല്ലോ. ഇതിനുമുമ്പും പലതവണ നൃത്തം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇങ്ങനെ വന്നത് ഗൗരിക്ക് ഓർമ്മ വന്നു. ഓർമ്മകളുടെ അവസാനം അവൾ ബോധം മറിഞ്ഞ സ്റ്റേജിലേക്ക് വീണു. കയ്യിലെന്തോ വലിയുന്ന പോലെ തോന്നിയപ്പോൾ ഗൗരി കണ്ണുകൾ വലിച്ചുറന്നു. പക്ഷേ ക്ഷീണം കാരണം പിന്നെയും കണ്ണുകൾ അടഞ്ഞു. കൈ വലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആരോ കയ്യിൽ പിടിച്ച് തടഞ്ഞത്. ക്ഷീണിച്ച കൺപോളകൾ പ്രയാസപ്പെട്ട് തുറന്നു നോക്കി. കൈ വലിക്കരുത്, ട്രിപ്പിട്ടിട്ടുണ്ട്. നേഴ്സ് പുഞ്ചിരിയോടെ അവൾ നോക്കി പറഞ്ഞു. ഗൗരി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. മുറിയിൽ ആരുമില്ല, നേഴ്സ് മാത്രം. കണ്ണേട്ടൻ എവിടെ പോയി? ഞാനിങ്ങനെ ഹോസ്പിറ്റലിലെത്തി. അവൾക്ക് ആശങ്ക തോന്നി. ഒരു വേള കണ്ണേട്ടൻ തന്നോട് പിണങ്ങിയോന്ന് പോലും അവൾ സംശയിച്ചു. ആദ്യം ഏഷ്യുള്ള ആളല്ലേ? ഗൗരി ഒരു വിളറിയ ചിരിയോട് അദ്ദേഹം തലയിലിപ്പിച്ചു. നല്ല ആളാ. ഇവിടെ കിടന്ന് ബഹളം വെച്ച് ഡോക്ടർ പിടിച്ച് പുറത്താക്കിയതാ. ഗൗരി സംശയത്തിൽ മുഖം ചുളിച്ചു. അത് മനസ്സിലായതുപോലെ നേഴ്സ് പുഞ്ചിരിച്ചു. ഡോക്ടർ മര്യാദക്ക് നോക്കാനിട്ടാ തനിക്ക് ബോധം വരാത്തെന്നാ പുള്ളി പറയുന്നത്. തന്നെയും കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. ഡോക്ടർ മാറാൻ പറഞ്ഞപ്പോൾ ഡോക്ടറോട് ചൂടായി. ആ വാക്കുകൾ ഗൗരിയുടെ മനസ്സ് നിറച്ചു. കണ്ണേടിന് തന്നോട് ദേഷ്യമൊന്നുമില്ലെന്ന അറിവ് അവളിൽ ആശ്വാസം പകർന്നു. അവന്റെ സ്നേഹവും ആധിയും ഓർത്തപ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞു. ഞാൻ പോയി ഡോക്ടറോട് പറയട്ടെ കേട്ടോ. താൻ ഉണർന്ന് തന്റെ കണ്ണേടിനോടും പറയണം, ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പൊളിച്ചെടുക്കും കക്ഷി. നേഴ്സ് കളിയാക്കി പറഞ്ഞു കേട്ട് ഗൗരി ചമ്മലോടെ മുഖം താഴ്ത്തി. അവളത് കണ്ട് ചിരിയോടെ പുറത്തേക്ക് പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഗൗരി തലപൊക്കി നോക്കി. ആധിയോടെ ഓടി വരുന്ന വീരഭദ്രനെ കണ്ട് അവളുടെ കണ്ണു നിറഞ്ഞു. അവന്റെ മുഖം കണ്ടാൽ മനസ്സിലാവും കുറച്ചു നേരം അവൻ അനുഭവിച്ച ടെൻഷന്റെ തീവ്രത. അരികിലേക്ക് ഓടി വന്ന് ഗൗരിയെ വലിച്ച് നെഞ്ചോട് ചേർത്ത് അവൻ കെട്ടിപ്പുണർന്നു. അവന്റെ നിറഞ്ഞൊഴുകിയ കണ്ണുനീർ ഗൗരിയുടെ നെറ്റിലേക്ക് വീണ് താഴേക്ക് ഒഴുകി. പേടിച്ചുപോയി ഞാൻ. നീലാത്ത നിമിഷങ്ങൾ ശ്വാസം കിട്ടാ പിടഞ്ഞു പോയിരുന്നു. അവന്റെ കൈകളുടെ മുറുക്കം കൂടി വന്നു. അത്രയും അവൻ പേടിച്ചിരുന്നു. ഒന്നുമില്ല കണ്ണേട്ട, ഒരു ക്ഷീണം പോലെ തോന്നി. ഗൗരി അവനെ ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു. വിപിയും വൈദവും വിച്ചും കാർത്തുമേല അകത്തേക്ക് കയറി വരുന്ന കണ്ട് ഗൗരി അവനിൽ നിന്നും പിടഞ്ഞു മാറി. അകലാൻ ആഗ്രഹിക്കാതെ അവളുടെ കൈകൾ കൈകോർത്ത് അവൻ കട്ടിലിന്റെ സൈഡിലായിരുന്നു. വൈദവും കാർത്തു ആധിയോടെ അവിടെ അരികിൽ നിന്നു. വിച്ചുവും പരിഭ്രമത്തോടെ അവിടെ അരികിലേക്ക് വന്നു. കുറച്ചു നേരത്തെ ഗൗരിയുടെ അവസ്ഥ അവനെയും തളർത്തിയിരുന്നു. ഗൗരി, നീ ഓക്കെ അല്ലേ? അവളുടെ തലയിൽ തലോടിക്കൊണ്ട് വിച്ച് ചോദിച്ചതിന് മറുപടിയായി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ കണ്ണു ചിമ്മി കാണിച്ചു. അവളുടെ മനസ്സ് നിറഞ്ഞിരുന്നു. കണ്ടോ, ഇത്രയേ ഉള്ളൂ, അവൾ കുഴപ്പമൊന്നുമില്ല. രണ്ടുപേരും കൂടി എന്ത് ബഹളായിരുന്നു. വിബി വീരഭദ്രനെയും വിഷ്ണുവിനെയും അമർത്തി നോക്കി പറഞ്ഞു. ഡോക്ടർ അകത്തേക്ക് വന്നു. വീരേന്ദ്രൻ ഗൗരിയുടെ അരികിൽ നിന്ന് എഴുന്നേറ്റ് കട്ടിലിന്റെ ഒരു അറ്റത്തായി നിന്നു. അവന് ഡോക്ടറെ മുഖത്തേക്ക് നോക്കാൻ ചമ്മല് തോന്നി. അത്രയും ബഹളം വെച്ചാണ് ഗൗരിയുടെ കാര്യത്തിൽ. ക്ഷീണമൊക്കെ മാറിയോ? മെഡിക്കായല്ലോ. ഡോക്ടർ ചോദിച്ചതിന് മറുപടി അയാളൊന്ന് പുഞ്ചിരിച്ചു. നേഴ്സിന്റെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങി അതിലേക്ക് വിശദമായി നോക്കിയ ശേഷം ഡോക്ടർ വീരഭദ്രന്റെ മുഖത്തേക്ക് ഗൗരവമായി ഒന്ന് നോക്കി. താൻ കാരണം ഭാര്യയ്ക്ക് ബോധക്കേട് വന്നിട്ട് ഡോക്ടറുടെ എഴുതിന് വിളിച്ചിട്ട് കാര്യമുണ്ടോ? വീരഭദ്രൻ സംശയത്തിൽ മുഖം ചൊളിച്ചുകൊണ്ട് ഡോക്ടർ നോക്കി. തന്റെ വൈഫ് പ്രഗ്നന്റ് ആണോ? അതിന്റെ തളർച്ചയാ. ഡോക്ടർ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ ഞെട്ടലോടെ വീരഭദ്രൻ ഗൗരിയെ നോക്കി. അവളും അതേ ഭാഗത്തിൽ വീരഭദ്രനെ നോക്കുകയായിരുന്നു. പതിയെ അവന്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. കണ്ണുകളിൽ സന്തോഷത്തിന്റെ മിഴിനീർ തിളങ്ങി. ഗൗരിയുടെ വയറിലേക്ക് എത്തിയവന്റെ നോട്ടത്തിൽ പുതിയൊരു ഭാവം തെളിഞ്ഞു. വാത്സല്യമുള്ള ഒരു അച്ഛന്റെ ഭാവം.
ആ വാർത്ത എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി വിരിയിച്ചു. ഡോക്ടർ അത്യാവശ്യം കഴിക്കേണ്ട മരുന്ന് എഴുതി കൊടുത്തു. ക്ഷീണമുള്ളതുകൊണ്ട് ഒരാഴ്ച റെസ്റ്റും പറഞ്ഞു. ഡോക്ടർ പോയ ശേഷം കാർത്തുവും വൈദ്യു ഓടി വന്ന് ഗൗരിയെ കെട്ടിപ്പിടിച്ചു. വിച്ചു ഗൗരിയുടെ അടുത്ത് തന്നെ മാറാതെ നിന്നു. വിബി വീരഭദ്രനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു. വീരഭദ്രന്റെ മനസ്സ് മുഴുവനും ഗൗരിയിലായിരുന്നു. അവളെ ഒന്ന് തനിച്ച് കിട്ടാൻ അവൻ അത്രമാത്രം കൊതിച്ചിരുന്നു. ഗൗരിയാണെങ്കിൽ ഷോക്ക് അടിച്ച പോലെ ഇരിക്കുകയാണ്. മുഖത്ത് സന്തോഷമില്ല, മറ്റെന്തോ. ഹോസ്പിറ്റലിൽ നിന്ന് ഉടൻ തന്നെ ഡിസ്ചാർജായി അവർ വീട്ടിലേക്ക് പോയി. സരോജിനി അമ്മ നിറകണ്ണുകളോടെ അവളുടെ നെറുകയിൽ മുത്തം കൊടുത്തു. തന്റെ മകന്റെ ജീവനെ വയറ്റിൽ ചുമക്കുന്ന ഗൗരിയോട് അവർക്ക് ബഹുമാനവും വാത്സല്യവും തോന്നി. പിറ്റേന്ന് കാർത്തുവിന്റെ വിവാഹ നിശ്ചയമായതിനാൽ ഗൗരിയെ മുറിയിൽ വിശ്രമിക്കാനെന്ന് വെച്ച് എല്ലാവരും ഓരോ പണികളിലായി തിരക്കിലായി. ദേവി, വീരഭദ്രന്റെ ശബ്ദം കേട്ടാണ് ഗൗരി ഉണർന്ന്. അവൾ പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങിയതും വീരഭദ്രൻ ഓടിച്ചെന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ കട്ടിൽ അവിടെ അരികിലായിരുന്നു. അവന്റെ മുഖത്ത് അപ്പോൾ പൂർണ്ണചന്ദ്രന്റെ ശോഭയായിരുന്നു. അവളുടെ മുഖം കൈക്കൊമ്പിളിലെടുത്ത് അവളുടെ ചുണ്ടുകൾ കവരുമ്പോൾ ഉള്ളിൽ നിറഞ്ഞു തൂവുന്ന സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു. ഗൗരിയും അവന്റെ സ്പർശനത്തിൽ ഒന്ന് പിടഞ്ഞു. കൊതി തീരാതെ പിന്നെയും പിന്നെയും അവളെ ചുംബിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്കറിയില്ല എങ്ങനെയാ പറയേണ്ടതെന്ന്, എൻ്റെ സന്തോഷം എത്രത്തോളാണെന്ന്. പ്രതീക്ഷിക്കാതെ എനിക്ക് നീ തന്ന സമ്മാനം എൻ്റെ ജീവനേക്കാൾ വിലയുള്ളതാ. ഒരുപാട് നന്ദിയുണ്ട് ദേവി, എൻ്റെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ വന്നതിന്, എൻ്റെ ജീവിതം മനോഹരമാക്കിയതിന്. അവൻ പിന്നെ അവളെ മുറുകെ പിണന്നു. എന്താ കണ്ണേട്ട കരയുന്നേ? ഞാനല്ലേ കണ്ണേട്ടനോട് നന്ദി പറയേണ്ടത്, എനിക്കൊരു കുഞ്ഞ് ചെകുത്താനെ തന്നതിന്. ഗൗരി കുസൃതിയോട് അവന്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് വീരഭദ്രൻ ചിരിച്ചുപോയി. ചെകുത്താൻ വേണ്ട വേണ്ടേ, കുഞ്ഞു പാർവതി മതി എനിക്ക്. പിന്നെ നാളെ കാർത്തുവിൻ്റെ വിവാഹ നിശ്ചയാ, ഞാനതിൻ്റെ തിരക്കിലായിരിക്കും. പഴയതുപോലെ ഓടിച്ചാടി നടക്കരുത്. സമയത്തിന് ഭക്ഷണം കഴിക്കണം. ഡോക്ടർ റെസ്റ്റ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. നാളെ കഴിഞ്ഞാൽ ഞാൻ നിന്റെ അടുത്തിരുന്ന് നിന്നെ നോക്കിക്കോളാം കേട്ടോ. വീരഭദ്രന്റെ വാക്കുകളിൽ സ്നേഹത്തോടെയുള്ള ശാസനയായിരുന്നു. ഇന്നിവിടെ നല്ല കുട്ടിയായിരിക്കാം, പക്ഷെ നാളെ ഞാൻ താഴെ വരും കാർത്തുവിന്റെ നിശ്ചയം കാണാൻ. സമ്മതിച്ചു കൊണ്ടേ, ഞാൻ പോയി വിഷ്ണുവിനെ കൊണ്ട് പറഞ്ഞിടാം, ഒറ്റയ്ക്കിരിക്കണ്ട. ഗൗരി സമ്പത്തോടെ തലയാട്ടി. ഗൗരി നല്ല മയക്കത്തിലായിരുന്നു. ഇടയ്ക്കെപ്പോഴോ കണ്ണു തുറന്നപ്പോൾ അരികിൽ ഫോണും കുത്തി വിഷ്ണു ഇരിപ്പുണ്ട്. വിശു ഫോണിൽ നിന്ന് ശ്രദ്ധ മാറ്റി അവൻ ആകുലതയോടെ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി. എന്താടാ, വല്ലായ്മലും ഉണ്ടോ? ഇല്ല വിശു, ക്ഷീണം മാറി. ഗൗരി പതിയെ എഴുന്നേറ്റിരുന്നു. ഗൗരിയുടെ കൈ അവിടെ വയറിൽ തന്നെ ചേർത്ത് വെച്ചിരുന്നു. നിന്റെ വിഷമം എനിക്കറിയാം വിശു, പക്ഷേ അവൾ അർദ്ധോഗതിയിൽ നിർത്തി. അറിയാതെ തന്നെ വിഷ്ണുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടും കാർത്തിവിനോടുള്ള ഇഷ്ടം കൂടി വരികയാണല്ലോ. സാറില്ലടി, അവളുടെ ഏട്ടനെ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ അവളെ. അതുകൊണ്ട് കാർത്തുവിൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല. അല്ലെങ്കിൽ അവള് ഹാപ്പിയാ, എനിക്കത് മതി. അതല്ലേ പെണ്ണുകളിൽ നടത്താൻ നിന്നിട്ട് അവസാനം നിശ്ചയാക്കിയത്. വിശു, ഏട്ടനും അനിയത്തിക്കിടയിൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല. പണ്ട് മനസ്സിലൊളിപ്പിച്ച സ്നേഹം ഇപ്പോഴാണ് കണ്ണേട്ടൻ കാർത്തുവിനോട് പ്രകടിപ്പിച്ചു തുടങ്ങിയത്. അവളും അതിൻ്റെ സന്തോഷത്തിലായി വിശു. അവനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് കട്ടിലേക്ക് ചാഞ്ഞിരുന്നു. ഗൗരി അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അവൻ്റെ സങ്കടം മാറ്റാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ഗൗരിയെ നൊമ്പരപ്പെടുത്തി. വാവേ, ബാലകൃഷ്ണന്റെ ശബ്ദം കേട്ട് ഗൗരി അപ്രാളത്തിൽ വാതിൽക്കിലേക്ക് നോക്കി. വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് സുമിത്രയുടെ അടുത്ത് നിൽക്കുന്ന ഡാഡിയെ കണ്ടപ്പോൾ അതിശയത്തിൽ വിച്ചുവും ഗൗരിയും പരസ്പരം നോക്കി. ഡാഡി? വേണ്ട മോളെ, എഴുന്നേൽക്കണ്ട, ഡാഡി അങ്ങോട്ട് വരാം. ബാലകൃഷ്ണൻ ഗൗരിയുടെ അടുത്തേക്ക് നടന്നു. സുമിത്രയുടെ നോട്ടം ഗൗരിയിൽ തന്നെയായിരുന്നു. വിഷ്ണു ഡാഡിയെ കെട്ടിപ്പിടിച്ചു. ബാലകൃഷ്ണൻ അവനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ വാത്സല്യത്തോടെ ചുംബിച്ചു. ഗൗരിയെ നെഞ്ചോട് ചേർത്ത് തലയിൽ തഴുകി. എന്നെ നീ ഒരു മുത്തശ്ശനാക്കി അറിഞ്ഞപ്പോൾ തൊട്ട് മനസ്സിന് വല്ലാത്ത സന്തോഷം. ഡോക്ടറോട് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്യിപ്പിച്ച് ഇങ്ങോട്ട് പോന്നു. ആളുടെ തലയിൽ തഴുകി വാത്സല്യത്തോടെ അയാൾ പറഞ്ഞു. മോളെ, മമ്മിയുള്ള വഴക്ക് മാറിയില്ലേ നിനക്ക്? മോളൊഴിച്ച് തെറ്റിന് മമ്മി നിന്റെ കാല് പിടിക്കുക. ഗൗരിയുടെ കാലിലേക്ക് വീഴാൻ തുടങ്ങിയ മമ്മിയെ ഗൗരി തടഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു. ഛേ, എന്താ മമ്മി ഇത്? സാരല്ല മമ്മി, എനിക്ക് വിഷമമൊന്നുമില്ല. മമ്മി എന്നെ മനസ്സിലാക്കിയല്ലോ, അത് മതി. ഗൗരിയും കരയുകയായിരുന്നു. കരയല്ലേ മോളെ, ഈ സമയത്ത് മനസ്സ് വിഷമിപ്പിക്കരുത്. ഈ മമ്മി നോയിക്കള എൻ്റെ മോളെ. സുമിത്രയുടെ കണ്ണുകൾ അവിടെ വയറിലായിരുന്നു. മകളൊരമ്മയാവുന്നു എന്ന വാർത്ത ആ മാതൃഹൃദയത്തെ ആർദ്രമാക്കിയിരുന്നു. അവരുടെ സ്നേഹം കണ്ട് ബാലകൃഷ്ണന്റെയും വിച്ചുവിന്റെയും മനസ്സിറഞ്ഞു. സുമിത്ര വിഷ്ണുവിനെ കൈയാട്ടി അടുത്തേക്ക് വിളിച്ചു. അവനൊരു ചെറിയ മടിയോടെ അവരുടെ അടുത്തേക്ക് ചെന്നു. എൻ്റെ മോളുടെ ഈ ഭാഗ്യങ്ങൾ കാരണം നീയാ വിച്ചു. നീ അവളെ സംരക്ഷിച്ചുകൊണ്ടല്ലേ അവൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നു. പിന്നെ വീരഭദ്രനെ പോലെ ഒരാൾ അവൾക്ക് കിട്ടിയില്ലേ, അതിൻ്റെ മോളുടെ ഭാഗ്യമല്ലേ? അവരുടെ വാക്കുകൾ ഇടറിയിരുന്നു. സുമിത്രയ്ക്ക് വീരഭദ്രനെ കുറിച്ച് മതിപ്പായിരുന്നു. അതൊക്കെ വിധിയാണ് മമ്മി, അല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഗൗരി, അവളെൻ്റെ ജീവനാ. അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. വിഷ്ണുവിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് വീരഭദ്രനകത്തേക്ക് കയറി വന്നത്. ഇവിടെ നിൽക്കണം എല്ലാവരും, താഴെ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. വേണ്ട മോനെ, ഞാൻ എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കട്ടെ. ബാലകൃഷ്ണൻ പറഞ്ഞുകൊണ്ട് ഗൗരിയെയും പിടിച്ച് കട്ടിലേക്ക് ഇരുന്നു. എന്നാൽ അവന് ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയാം. വിഷ്ണു വാ. വീരഭദ്രൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. വിഷ്ണു അവൻ്റെ പുറകെ പോയി. സുമിത്ര ഗൗരിയുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നോക്കുന്നുണ്ട്. വീരഭദ്രൻ സമാധാനത്തോടെ മറ്റു പണികളിലേക്ക് തിരിഞ്ഞു. സരോജിനി അമ്മ ഇടയ്ക്കിടെ ഗൗരിയുടെ അടുത്തേക്ക് വന്ന് വേണ്ടതെല്ലാം ചോദിച്ച് ചെയ്തു കൊടുക്കും.
വൈദവും കാർത്തവും രാത്രി ഗൗരിയെ കെട്ടിപ്പിടിച്ചാണ് കിടന്നത്. വീരഭദ്രൻ ഗൗരിയുടെ അടുത്ത് കിടക്കാൻ കൊതി തോന്നിയെങ്കിലും ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് അവരുടെ കാര്യം നോക്കേണ്ടതായി വന്നു. വിബി വീരഭദ്രനെ സഹായിച്ച് കൂടെ തന്നെ നിന്നു. വിഷ്ണു മാത്രം വേദനിക്കുകയായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും കാർത്തു തൻ്റെ ഉള്ളിൽ വേര് പിടിച്ചു പോയത് അവൻ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ ബന്ധുക്കളുടെ ഇടയിൽ സന്തോഷത്തോടെ ഓടി നടക്കുന്ന കാർത്തുവിനെ കണ്ടത് മുതൽ അവൻ സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നേരം പുലരാറായതും വീരഭദ്രൻ കാർത്തുവിനെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോയി. 10 മണിക്കാണ് നിശ്ചയം. 9 മണിയാകുമ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വരും. അതിൻ്റെ അറേഞ്ച്മെന്റ് എല്ലാം നോക്കിയത് വിബിയാണ്. കാർത്തുവിന് ഒരുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും ഗൗരി കൂടിയെങ്കിലും അവളുടെ മനസ്സിൽ വിഷ്ണു ഒരു നോവായി ഉണ്ടായിരുന്നു. 9 മണിയായപ്പോൾ തന്നെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നു. വിബി എല്ലാവരെയും സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തി. ഹാളിൽ വെച്ചാണ് ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിരുന്നത്. പിന്നെ മോതിരം മാറ്റവും. ചടങ്ങിനുള്ള മോതിരം അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചു വെച്ചിരുന്നു. ഗൗരി വിഷ്ണുവിനെ അന്വേഷിച്ച് മുറിയിൽ വന്നപ്പോൾ നിരാശനായി തളർന്നിരിക്കുന്ന വിഷ്ണുവിനെയാണ് കണ്ടത്. വിച്ചു, താഴേക്ക് വരുന്നില്ലേ? ഇല്ല ഗൗരി, എനിക്കെന്തോ വല്ലായ്മ പോലെ. നീ പോയിക്കോ, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷീണം കൂട്ടണ്ട. നിറഞ്ഞു വന്ന മിഴിനീർ അവൾക്കാണ് ആ തുടച്ചു മാറ്റിക്കൊണ്ടാവൻ പറഞ്ഞു. അത് പറ്റില്ലല്ലോ വിഷ്ണു. ഗൗരിയുടെ പുറകിൽ ചെകുത്താന്റെ ശബ്ദം കേട്ട് രണ്ടുപേരും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അവന്റെ ഗൗരവത്തിലുള്ള മുഖം കണ്ട് വിഷ്ണു തല താഴ്ത്തി. കണ്ടിട്ട് അത് എനിക്കൊരു തലവേദന പോലെ. ഞാൻ വിഷ്ണുവിന്റെ വാക്കുകൾ ചിതറിപ്പോയി. അതെന്താ പെട്ടെന്നൊരു തലവേദന? വീട്ടിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുമ്പോൾ നീ ഇങ്ങനെ മാറിയെന്ന എങ്ങനെ ശരിയാവും? താഴേക്കോ, നിന്നെ വിളിക്കാനാ ഞാൻ വന്നേ. വീരഭദ്രന്റെ മുഖത്തെ ഗൗരവം കണ്ടതും വിഷ്ണു ഒന്നുമിണ്ടാ ഗൗരിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് പോയി. അവന്റെ കൂടെ പുറത്തേക്ക് നടക്കുമ്പോൾ ഗൗരി വീരഭദ്രനെ തിരിഞ്ഞു നോക്കി. അവൻ ചിരിയോടെ അവളെ കണ്ണിച്ചിമ്മി കാണിച്ചു. ഹാളിലെത്തി ആരുടെയും മുഖത്ത് നോക്കാതെ വിഷ്ണു ഗൗരിയുടെ പിന്നിലായി നിന്നു. എന്നാ പിന്നെ ചടങ്ങ് തുടങ്ങാം. ഡേറ്റ് വായിച്ചല്ലോ. ഇനി മോതിരം മാറാൻ കുട്ടികൾ ഇങ്ങോട്ട് ഇരുത്തു. കൂട്ടത്തിൽ മുതിർന്ന ഒരാൾ പറഞ്ഞനുസരിച്ച് കാർത്തുവിന് വിളക്കിന് മുമ്പിൽ ഒതുക്കിയിരുന്ന തട്ടിലേക്ക് ഇരുത്തി. പച്ചപ്പട്ട് സാരിയിൽ കാർത്തു അതീവ സുന്ദരിയായിരുന്നു. മുഖത്ത് നാണത്തിന്റെ ചുവപ്പും കണ്ണുകളിൽ സഫലമായ പ്രണയവും. വീരഭദ്രൻ വിഷ്ണുവിന്റെ അടുത്തായി വന്നിരുന്നു. വിഷ്ണു ചോദ്യഭാഗത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി. വീരഭദ്രൻ മറുപടിയൊന്നും പറയാതെ അവന്റെ കയ്യിൽ പിടിച്ച് കാർത്തുവിന്റെ അടുത്തേക്ക് നടന്നു. വിഷ്ണു ഒന്നും മനസ്സിലാവാതെ ചുറ്റും നോക്കി. അപ്പോഴാണ് അവൻ തന്റെ വീട്ടുകാരെയും ബന്ധുക്കളെയും കണ്ടത്. വിഷ്ണു ഒന്നും മനസ്സിലാവാതെ മുഖം ചുളിച്ചു. കാർത്തുവിന്റെ അടുത്ത് പിടിച്ചിരുത്തുമ്പോൾ അവൻ ഞെട്ടലോടെ വീരഭദ്രന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഞാൻ അറിഞ്ഞിരുന്നു വിഷ്ണു നിന്റെ ഇഷ്ടം. മഹേന്ദ്രങ്ങളോട് സംസാരിച്ചപ്പോൾ കാർത്തുവിനെ തന്നേക്കുമെന്ന് അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചു. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്നും വിട്ടുകൊടുക്കുന്ന നിന്റെ സ്വഭാവം അറിഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചിരുന്നു എന്റെ കാർത്തുവിനെ നല്ല മതിയായി, നീ മതിയെന്ന്. കാർത്തുവിനോട് ചോദിച്ച് മനസ്സിലായി അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. പിന്നെ നിന്നോട് പറയാതിരുന്നു ഒരു ചെറിയ ശിക്ഷ. എല്ലാം നീയും ദേവിയും കൂടി ഒളിച്ചു വെച്ചതിനുള്ള ശിക്ഷ. സന്തോഷം കാരണം കരഞ്ഞുപോയി വിഷ്ണു. ഗൗരി മുഖം കൂർപ്പിച്ച് വീരഭദ്രനെ നോക്കി. അവൾക്ക് അവനോട് പരിഭവം തോന്നി. തന്നോടൊന്നും തുറന്നു പറയാത്തതുകൊണ്ട്. മതി മതി, ആ മോതിരം എടുത്ത് ഇങ്ങോട്ട് ഇട്ടുകൊടുക്കളിയാ. വിബി പറഞ്ഞു കേട്ട് വിഷ്ണു കണ്ണുകളത്തോടെ ചിരിച്ചുകൊണ്ട് മോതിരം കയ്യിലെടുത്തു. കാർത്തുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നാണത്തോടെ അവൾ തലകുനിച്ചു. വിഷ്ണു അവളുടെ കൈ പിടിച്ച് മോതിരിട്ട് കൊടുത്തു. കാർത്തുവും വിഷ്ണുവിന്റെ വിരലിലേക്ക് മോതിരിട്ട് കൊടുത്തു. മഹേന്ദ്രനും രേണുകയും സന്തോഷത്തോടെ അവർ അനുഗ്രഹിച്ചു. ബാലകൃഷ്ണന്റെയും സുമിത്രയുടെയും അനുഗ്രഹം വാങ്ങിയ ശേഷം അവർ സരോജിനി അമ്മയുടെ അടുത്തേക്ക് പോയി. കാലിൽ വീഴാൻ പോയി അവരെ സരോജിനി അമ്മ ചേർത്ത് പിടിച്ചു. അതെ, മോതിരം മാറ്റം നടന്നേയുള്ളൂ. കല്യാണം ഇനി 1 വർഷം കഴിഞ്ഞേയുള്ളൂ. അതുവരെ വിഷ്ണുവിനെ ഈ ഏരിയയിൽ കാണരുത്. വിബി പറഞ്ഞു കേട്ട് വിഷ്ണു അവനെ മുഖം കൂർപ്പിച്ച് നോക്കി. എന്തായാലും ഞാനിവിടെ ഗൗരിയെ കാണാൻ വരും. അപ്പൊ പിന്നെ ഞങ്ങൾ കാണും. വെറുതെ ചീത്തപ്പേര് കേൾപ്പിക്കാൻ നമ്മുടെ കല്യാണം നടത്തുന്നാ പോരെ? വിഷ്ണു കൊഞ്ചലോടെ പറയുന്ന കേട്ട് എല്ലാവരും ചിരിച്ചു. ആദ്യം പഠിച്ച് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യ്. അത് കഴിഞ്ഞ് എൻ്റെ ബിസിനസ് എല്ലാം ഏറ്റെടുത്ത് നല്ല കുട്ടിയായ പിറ്റേ ദിവസം കല്യാണം. മഹേന്ദ്രൻ പറഞ്ഞു കേട്ട് വിഷ്ണു തലയിൽ കൈവച്ചു. ഈശ്വര, അപ്പൊ എൻ്റെ കല്യാണം ഈ ഇടക്കൊന്നും നടക്കൂല. നീ കാർത്തു, നമുക്ക് ഒളിച്ചോടാടി. ദാ വീരഭദ്രൻ കളിയായി തല്ലാനോങ്ങിയത് കണ്ട് വിഷ്ണു കാർത്തുവിന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് ഓടി. അത് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ഗൗരി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു തന്നെ നോക്കി നിൽക്കുന്ന വീരഭദ്രനെ കണ്ട് പെട്ടെന്ന് ചിരി നിർത്തി. മുഖത്തൊരു പുച്ഛഭാവം വരുത്തി സരോജിനിയമ്മയുടെ അടുത്ത് പോയി നിന്നു. കുറുമ്പി, പറയാത്തതിന്റെ ദേഷ്യ. എല്ലാവരും പോട്ടെ, മെരിക്ക് എടുക്കണം. വീരഭദ്രൻ കണക്കൂട്ടിയിരുന്നു. വിഷ്ണു കാർത്തുവിനെയും കൊണ്ട് വീടിന് പുറത്തുള്ള പഴയ മുറിയിലേക്കാണ് പോയത്. എന്നോട് പറയാൻ നിന്റെ ചേട്ടനോടല്ലേ ആദ്യം നീ പറഞ്ഞു. ഇനി പറ, ഞാൻ കേൾക്കട്ടെ. ഇഷ്ടമാണോ നിനക്കെന്നെ? വിഷ്ണുവിന്റെ നോട്ടം നേടാനാവാതെ കാർത്തു മുഖം കുനിച്ചു. ഇഷ്ടമാണ്, കണ്ട നാൾ മുതൽ. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ വിഷ്ണു അവളുടെ പിൻകഴുത്തിലൂടെ കൈയിട്ട് അവളുടെ മുഖം വലിച്ചടുപ്പിച്ച് ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി. തെല്ലെന്ന് അമ്പരുന്നെങ്കിലും കാർത്തു ആ ചുമ്മനത്തിൽ ലയിച്ചു പോയി. അവളുടെ കൈകൾ അവന്റെ പുറത്തമർന്നു. ശ്വാസം കിട്ടാതെ പിടഞ്ഞിട്ട് അവളെ വിടാതെ അവൻ ചേർത്ത് പിടിച്ച് ചുംബിച്ചുകൊണ്ടിരുന്നു. ഒരു ദീർഘ ചുംബനത്തിന് ശേഷം കിതപ്പോടെ അവൻ അടർന്നു മാറി. കാർത്തുവും കിതച്ചുകൊണ്ട് ഭിത്തിയിലേക്ക് ചാരി നിന്നു. ഇതെന്നോട് തുറന്നു പറയാത്തതിനുള്ള ശിക്ഷ. ഇനി ഇടയ്ക്കിടെ ഇതുപോലെയുള്ള ശിക്ഷയുണ്ടാവും. ഇത് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് നിന്റെ ചേട്ടനോട് പറഞ്ഞ് കല്യാണം നടത്തണം. ഇല്ലെങ്കിൽ ചിലപ്പോ ഒന്ന് പോവിച്ചു. കാർത്തു നാണത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി. വൈകുന്നേരമായപ്പോൾ തന്നെ എല്ലാവരും പോവാനിറങ്ങി. മഹേന്ദ്രൻ പിടിച്ചു പിടിയാലെ വിഷ്ണുവിനെയും കൊണ്ടുപോയി.
ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീണു. ഗൗരിയും കാർത്തുവും കോളേജിൽ പോകാൻ തുടങ്ങി. അവളുടെ വീർത്ത് വരുന്ന വയറ് കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. അധ്യാപകർക്കല്ലാതെ അവളുടെ കല്യാണം മറ്റാരും അറിഞ്ഞിരുന്നില്ല. പാർവതി, നിനക്ക് ഈ പണിയുണ്ടല്ലേ? നാണില്ലാത്തവള് എവിടെ ഒപ്പിച്ചടി വയറ്റൊരു കൊച്ചിനെ. ആയില്യ പുച്ഛത്തോടെ പറയുന്ന കേട്ട് വിഷ്ണു അവളെ അടിക്കാനാഞ്ഞതും മറ്റൊരു കൈ അവിടെ കവിളത്ത് പതിഞ്ഞിരുന്നു. ഞെട്ടലോടെ ആയില്യ മുഖമേർത്ത് നോക്കിയതും സംഹാരുദ്രായി നിൽക്കുന്ന ചെകുത്താനെ കണ്ടവൾ ഞെട്ടി. അവൻ ഗൗരിയെ തന്റെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി. ഇതെന്റെ ഭാര്യ പാർവതി വീരഭദ്രൻ. ഇവളുടെ വയറ്റി കിടക്കുന്ന കൊച്ചിന്റെ അച്ഛൻ ഞാനാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആയില്ലേക്ക്? ആയില്യ കവളിൽ കൈവച്ചുകൊണ്ട് പേടിയോടെ ഇല്ലെന്ന് തലയാട്ടി. വീരഭദ്രൻ ഗൗരിയെയും പിടിച്ചുകൊണ്ട് പാർക്കിങ്ങിലേക്ക് പോയി. വിഷ്ണു ആയില്യെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവരുടെ പുറകെ പോയി. ദിവസം കഴിയുന്തോറും ഗൗരി കൂടുതൽ സുന്ദരിയായി, തടി കുറച്ച് കൂടി. ബാലകൃഷ്ണൻ ഇടയ്ക്കിടെ മോളെ കാണാൻ വരും. 2 ദിവസങ്ങളിൽ താമസിച്ചിട്ട് തിരികെ പോകും. ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ച് ഗൗരി കിടക്കാനായി മുറിയിലേക്ക് പോയി. ഗൗരി വന്നപ്പോൾ നോയിക്കൊണ്ടിരുന്ന എക്സാമിന്റെ പേപ്പർ മടക്കി വെച്ച് വീരഭദ്രൻ എഴുന്നേറ്റു. പിന്നെയും പോയി കഴിച്ചോ? അവൻ കുസൃതിയോടെ ചോദിച്ചു. ചെകുത്താന്റെ കുഞ്ഞല്ലേ അകത്ത്, അതിന് ഭയങ്കര വിശപ്പ്. എന്തായാലും ഒരു കുട്ടി ചെകുത്താൻ തന്നെ, ഗൗരി പരിഭത്തിൽ പറഞ്ഞുകൊണ്ട് കട്ടിലേക്ക് ഇരുന്നു. എന്റെ കൊച്ചിനെ പറഞ്ഞാലുണ്ടല്ലോ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങുവേ. ഗൗരിയുടെ അടുത്തേക്കിരുന്ന് ആളുടെ വയറിൽ മുഖം ചേർത്ത് വെച്ച് കുഞ്ഞിന്റെ അനക്കത്തിനായി അവൻ കാതോർത്തു. അച്ഛന്റെ സാമീപ്യം അറിഞ്ഞ പോലെ കുഞ്ഞൊന്ന് ചലിച്ചു. മുഖത്ത് കുഞ്ഞിന്റെ സ്പർശനമേറ്റപ്പോൾ സന്തോഷം കൊണ്ട് വീരഭദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു. കുഞ്ഞിന്റെ സ്പർശനം അറിഞ്ഞെടുത്ത് അവൻ ചുണ്ടുകൾ ചേർത്ത് ചുംബിച്ചു. സന്തോഷത്തോടെ മുഖമുയർത്തിയതും തന്നെ നോക്കിയിരിക്കുന്ന ഗൗരിയുടെ കണ്ണുകളുമായി അവന്റെ കണ്ണുകൾ കോർത്തു. ദേവി, നിന്റെ സൗന്ദര്യം ഇങ്ങനെ കൂടിയാ ഞാനിങ്ങനെ അടുത്ത് കിടന്ന് ഉറങ്ങിവിടി. പോവാണേട്ടാ ഭക്ഷണൻ. അവനെ പരിഭത്തിൽ അവൾ തള്ളി മാറ്റി. ഡോക്ടർ പറഞ്ഞല്ലേടി ഇപ്പൊ കുഴപ്പമൊന്നുമില്ലാന്ന്. അതുകൊണ്ട് അവൾ ചോദ്യഭാഗത്തിൽ പുരികമുയർത്തി. ഞാൻ ശ്രദ്ധിച്ചോളാടി, കൊതിയായിട്ട് വയ്യ. എത്ര മാസായി. പ്ലീസ്, ചക്കരല്ലേ? മഹാദേവ, ഇങ്ങനെയുണ്ടൊരു കാമദേവൻ. എന്തു ചെയ്യാനാടി, എനിക്കിത്തിരി കൺട്രോൾ കുറവാ. നീ അങ്ങ് ക്ഷമിക്കടി. പ്രണയാർദ്രമായവന്റെ മുഖം കണ്ടതും ഗൗരിയുടെ മുഖത്ത് നാണം വിരിഞ്ഞു. അവൾ സമ്മതത്തോടെ പുഞ്ചിരിച്ചു. അവളുടെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടതും വീരഭദ്രൻ ആവേശത്തോടെ അവളുടെ ചുണ്ടുകളിലേക്ക് ചുണ്ടു ചേർത്തു. ഒരിക്കലും മതിയാവാതെ അവർ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. ഫോൺ ബില്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് വീരഭദ്രൻ ഉണർന്നത്. ഗൗരി അടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഗൗരി ഒന്നുകൂടി നന്നായി പുതപ്പിച്ച് അവൻ എഴുന്നേറ്റു. ടേബിളിരുന്ന ഫോൺ എടുത്ത് നോക്കി. സ്ക്രീനിൽ ആൽബിയുടെ പേര് കണ്ട് അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തോ ഓർത്ത പോലെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ഹലോ കണ്ണ. വീരഭദ്രൻ മിണ്ടാൻ തോന്നിയില്ല. കണ്ണ, ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. തെറ്റുകൾ ഒരുപാട് ചെയ്തു ഞാൻ. അതിൻ്റെ ശിക്ഷ ഒരുപാട് അനുഭവിച്ചു. മമ്മ ഇതുവരെ എന്നെ വീട്ടിലേക്ക് അയറ്റിയിട്ടില്ല. നിന്നെപ്പോലെ നല്ല കൂട്ടുകാരൻ്റെ സൗഹൃദം നഷ്ടപ്പെടുത്തിയ ഞാൻ ഒരു മണ്ടനായിരുന്നു. നല്ലത്, തെറ്റ് നീ തിരിച്ചറിഞ്ഞല്ലോ. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. വീരഭദ്രന് ദേഷ്യം മാറിയിരുന്നില്ല. ഇനി എനിക്ക് നല്ലവരായി ജീവിക്കണം. പിന്നെ ഞാൻ വിളിച്ച് പ്രവീൺ ആത്മഹത്യ ചെയ്തു. കുറച്ചു മുമ്പ് ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ നിന്നെ വിളിച്ച് പറയണം തോന്നി. വീരഭദ്രൻ ഞെട്ടിലോടെയാണ് ആ വാർത്ത കേട്ടത്. എത്ര ദുഷ്ടനാണെങ്കിലും പ്രവീൺ ഗൗരിയുടെ സഹോദരനാണെന്ന് അവൻ ഓർത്തു. എല്ലാം മറന്ന് സന്തോഷത്തോടെ ജീവിക്കുന്ന വൈദുവിനും ഇതറിഞ്ഞാൽ ചിലപ്പോൾ ഷോക്കാവും. ആൽവി, നീ ഇതാരോടും പറയണ്ട, ആരും അറിയണ്ട, പറഞ്ഞു മനസ്സിലായോ? വീരഭദ്രൻ താക്കിയതോടെ പറഞ്ഞു. ഇല്ലാണ്, പറയില്ല. ഞാൻ നാളെ കാനഡയിലേക്ക് പോവാ. ഇനി തിരിച്ചൊരു യാത്രയില്ല. എന്നാൽ ശരിയാണോ? ആൽവി ഫോൺ കട്ട് ചെയ്തിട്ടും വീരഭദ്രൻ ഫോൺ പിടിച്ച ആലോചനയോടെ നിന്നു. ദിവസങ്ങൾ കഴിഞ്ഞു പോകും തോറും ഗൗരിക്ക് ക്ഷീണം കൂടി വന്നു. പ്രവീൺ മരിച്ച കാര്യം വിപിയും വിഷ്ണു ഒഴിച്ച് മറ്റാരും അറിഞ്ഞില്ല. ലേബർ റൂമിന്റെ പുറത്ത് അസ്വസ്ഥതയോടെ വീരഭദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്റെ കണ്ണാ, നീ ഒന്ന് വന്നിരിക്കുക, വിപി ശാസനയോടെ പറഞ്ഞെങ്കിലും വീരഭദ്രൻ ഇരിക്കാൻ കഴിഞ്ഞില്ല. അകത്ത് ഗൗരി അനുഭവിക്കുന്ന വേദനയുടെ തീവ്രത അവൻ അനുഭവിക്കുന്ന പോലെ എല്ലാവരും തോന്നി. പാർവതി വീരഭദ്രൻ പ്രസവിച്ചു കേട്ടോ, പെൺകുഞ്ഞാ. ലേബർ റൂമിന്റെ ഡോറിലൂടെ പുറത്തേക്ക് തലയിട്ട് നേഴ്സ് പറഞ്ഞു കേട്ട് വീരഭദ്രൻ ഓടിച്ചെന്നു. അത് കേട്ട് എല്ലാവർക്കും സന്തോഷമായി. എന്റെ പാർവതി, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റും, അപ്പൊ കാണാം. അവന്റെ ആദ്യം മനസ്സിലാക്കിയ പോലെ നേഴ്സ് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഗൗരിയെ റൂമിലേക്ക് മാറ്റി. പിങ്ക് നിറത്തിൽ പാവക്കുട്ടി പോലെയുള്ള കുഞ്ഞു ഗൗരിയെ നഴ്സ് വീരഭദ്രന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അതിനെ നോക്കുന്തോറും തന്റെ ഹൃദയം വാത്സല്യം നിറയുന്ന അവൻ അറിഞ്ഞു. താനൊരു അച്ഛനായിരിക്കുന്നു അവൻ തിരിച്ചറിഞ്ഞു. ഗൗരിയെയും വാവിയെയും കാണാൻ മുറിയിൽ തിരക്കായിരുന്നു. ബാലകൃഷ്ണനും സുമിത്രയും കുഞ്ഞിനെ കൊഞ്ചിച്ച് മതിതീരാത്ത പോലെയായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് സരോജിനി അമ്മ കുഞ്ഞിനെ എടുത്തു. അമ്മയുടെ കയ്യിൽ നിന്ന് കാർത്തു കുഞ്ഞിനെ തട്ടിപ്പറിക്കും പോലെ എടുത്തു. വിപിയും വിഷ്ണുവും കാർത്തുവും വൈദവും കുഞ്ഞിനെ ഉറ്റും വളഞ്ഞിരുന്ന് കൊഞ്ചിച്ചു. ഗൗരി അത് കണ്ട് ചിരിയോടെ വീരഭദ്രന്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു. വീരഭദ്രനും ഇനി ഒരിക്കലും അവസാനിക്കാത്ത പ്രണയത്തോടെ അവളെ ചേർത്തു പിടിച്ചു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. മറ്റന്നാൾ മുതൽ ദിയാ ദേവേന്ദ്ര എഴുതുന്ന ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഉതകുന്ന
ചട്ടമ്പി കല്യാണി എന്ന പുതിയ കഥ ആരംഭിക്കുന്നതാണ്. മനോഹരമായ കഥയാണ്. തുടക്കം മുതൽ കേൾക്കാൻ ശ്രമിക്കുക.